നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 24 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ സ്വന്തം അച്ഛൻ നടത്തുന്ന കടയിൽ അച്ഛനെ സഹായിക്കുകയാണ്. അദ്ദേഹം ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛന് കുറച്ച് വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പഠനത്തിന് ശേഷം മകൻ അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കഠിനാധ്വാനിയായ ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവൻ്റെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കാണുന്നു. ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുക. ഒരു കാരണവുമില്ല, ചിരിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. വളരെ ഒച്ചത്തിൽ ഹ ഹ ഹ ഹ എന്ന് പറഞ്ഞിങ്ങനെ ഒരു മിനിറ്റ് നേരത്തോളം ഭയങ്കര ഒച്ചത്തിലുള്ള പൊട്ടിച്ചിരിയാണ്. ആ പൊട്ടിച്ചിരി കഴിഞ്ഞ് കുഴഞ്ഞങ്ങ് വീഴും. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ബന്ധുക്കൾക്ക്. അവർ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർ നോക്കിയിട്ട് നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഇയാൾ പറയും ഞാൻ അങ്ങനെ ചിരിക്കുന്നൊന്നുമില്ല, എനിക്കിത് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്നൊരു റെഫറൻസ് ലെറ്ററുമായിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. കൈൻഡ്ലി സീ ദിസ് പേഴ്സൺ വിത്ത് ലാഫിംഗ് ഡിസീസ്, ചിരിക്കുന്ന രോഗം ഉള്ള വ്യക്തി, ഇദ്ദേഹത്തിന് എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എനിക്കിതെന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ വെറുതെ ചിരിക്കുന്നു എന്ന് ഇവരെല്ലാം പറയുന്നു, എനിക്കിത് ഓർമ്മയില്ല. നമ്മൾ നേരത്തെ ചില എപ്പിസോഡുകൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അസ്വാഭാവിക ചലനമോ അസ്വാഭാവിക പെരുമാറ്റമോ ഒരാൾ കാണിക്കുന്നു, അത് ഹ്രസ്വനേരമേ നീണ്ടു നിൽക്കുന്നുള്ളൂ. ആ പെരുമാറ്റത്തെക്കുറിച്ച് അയാൾക്ക് ഓർമ്മയില്ല എന്നാണ് പറയുന്നതെങ്കിൽ അത് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയും ആ ഒരു സംശയം തന്നെയാണ് ഞങ്ങൾക്കുണ്ടായത്. ഇദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നല്ല ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്നു. ഞങ്ങൾ ആ സമയത്ത് തമാശയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരുന്നില്ല, വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് പൊട്ടിച്ചിരി വന്നിട്ട് ഇദ്ദേഹം കുഴഞ്ഞങ്ങ് വീഴുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇത് കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന് പറയുന്ന അപസ്മാര വകഭേദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ജലാസ്റ്റിക് എപ്പിലെപ്സി എന്ന് പറയുന്നൊരു അപസ്മാരമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജലാസ്റ്റിക് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ചിരി രോഗലക്ഷണമായിട്ടുള്ള അപസ്മാരം എന്നാണ് നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോഴത്തേക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ചിരിക്കാനോ സന്തോഷിക്കാനോ ഉള്ള ഒരു കാരണങ്ങളും ഇല്ലാതെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് നല്ല ഉച്ചത്തിൽ ചിരിക്കുന്നത്, ഏതാണ്ട് 1 മിനിറ്റ് നേരത്തോളം ചിരിച്ചിട്ട് അങ്ങ് ബോധം കെട്ട് വീഴുന്നതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. നമ്മൾ EEG ഇലക്ട്രോ എൻകെഫലോഗ്രാം എന്ന പരിശോധന നടത്തി തലച്ചോറിലെ വൈദ്യുതി പ്രസരണത്തിന് വ്യത്യാസങ്ങളുണ്ടെന്ന് കണ്ടെത്തി. തലയുടെ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന മസ്തിഷ്ക മേഖലയിൽ ചില പ്രത്യേകതരം ഗ്രോത്തുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പലപ്പോഴും ഈ ജലാസ്റ്റിക് എപ്പിലെപ്സി ഉള്ള വ്യക്തികൾക്ക് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന മസ്തിഷ്ക മേഖലയിൽ ഹാമർടോമ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഗ്രോത്ത്, ഒരു ട്യൂമർ പോലത്തെ സംഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഈ അപസ്മാരത്തിനുള്ള മരുന്നുകൾ തുടങ്ങിയതിന് ശേഷം ന്യൂറോ സർജൻ്റെ അടുത്തേക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി വിട്ടു. ന്യൂറോ സർജൻ്റെ ചികിത്സയിലാണ് ഇപ്പോൾ അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന അപസ്മാരത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ അസ്വാഭാവികമായ ചില പെരുമാറ്റങ്ങൾ വരാം. പെട്ടെന്ന് ചിരിക്കുക, അതിനെയാണ് നമ്മൾ ജലാസ്റ്റിക് എപ്പിലെപ്സി എന്ന് പറയുന്നത്. ചില വ്യക്തികളിൽ പെട്ടെന്ന് കരയുന്ന ലക്ഷണങ്ങൾ വരാം, പെട്ടെന്ന് പൊട്ടിക്കരയുക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പെട്ടെന്ന് പൊട്ടിക്കരയുക, ഇതിനെ ഡാക്രിസ്റ്റിക് എപ്പിലെപ്സി എന്ന് പറയും. ചിലപ്പോൾ തറയിൽ കിടന്നിട്ട് ഇങ്ങനെ ചുറ്റും വട്ടം കറങ്ങുന്നത് പോലത്തെ ലക്ഷണങ്ങളായിരിക്കും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, തറയിൽ കിടക്കുന്നു, ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ എഴുന്നേറ്റൊരു ഓട്ടം വെച്ച് കൊടുക്കുന്നു, 1 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് ഓടുന്നു. അത് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോയി പിടിക്കും. എന്തിനാണ് ഓടിയെന്ന് ചോദിച്ചാൽ അയ്യോ ഞാൻ ഓടിയോ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർ ഈ ചെയ്യുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു ഓർമ്മയുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവർ ചിരിക്കുന്നു, കരയുന്നു, തറയിൽ കിടന്ന് ഉരുളുന്നു, ഓടുന്നു, പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയില്ലെങ്കിൽ അത് അപസ്മാരമാകാനാണ് സാധ്യത. അപ്പോൾ അപസ്മാര വിരുദ്ധ ഔഷധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മൾ ഈ ജലാസ്റ്റിക് എപ്പിലെപ്സി പോലെയുള്ള ചില പ്രത്യേകതരം അപസ്മാര വകഭേദങ്ങളിൽ തലയുടെ സ്കാനും കൂടെ എടുത്ത് നോക്കേണ്ടത് ആവശ്യമാണ്. കാരണം തലച്ചോറിൻ്റെ വൈകാരിക നിയന്ത്രണം കൈയാളുന്ന മേഖലകളിൽ ചിലപ്പോൾ ചില അസ്വാഭാവിക വളർച്ചകളോ അല്ലെങ്കിൽ ചില രക്തഓട്ടത്തിൻ്റെ തടസ്സങ്ങളോ അല്ലെങ്കിൽ ചില അണുബാധകളോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ഇവരിൽ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അത് അവഗണിക്കരുത്. ഇതോടൊപ്പം ഈ കോംപ്ലക്സ് പാർഷ്യൽ സീഷറുള്ള മറ്റ് ചില വ്യക്തികളിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഒരു കരിഞ്ഞ റബ്ബറിൻ്റെ മണം ഇങ്ങനെ അനുഭവപ്പെടും. മറ്റാർക്കും ആ ഒരു മണം കിട്ടുന്നില്ല, ഈ ഒരു വ്യക്തിക്ക് മാത്രമാണ് ആ മണം വരുന്നത്, കരിഞ്ഞ റബ്ബറിൻ്റെ മണം. ഈ കരിഞ്ഞ റബ്ബറിൻ്റെ മണം എന്ന സംഗതി വരുമ്പോൾ അത് മൂക്കിൽ ഒഴിക്കാൻ തുള്ളിമരുന്ന് വാങ്ങിക്കൊടുത്താൽ പോരാ,
അവിടെയും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ പാർശ്വഭാഗങ്ങളിലുള്ള വൈകാരിക നിയന്ത്രണം കൈയാളുന്ന ടെമ്പറൽ ലോബിൽ നിന്നും അമിത വൈദ്യുതി പ്രസരണം വരുന്നത് മൂലമുള്ള ഒരു കോംപ്ലക്സ് പാർഷ്യൽ സീഷർ ആയിരിക്കാം. ഇത്തരം കേസുകളിലൊക്കെ കൃത്യമായി അപസ്മാര വിരുദ്ധ ഔഷധങ്ങൾ കൊടുത്താൽ അത് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാകാറുണ്ട്. നന്ദി, നമസ്കാരം.